ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സംഭവം ഇറക്കിയത് എന്താ, ഒരു കഴിവ് കാണിക്കാൻ വേണ്ടിയല്ലേ. വൃത്തിയുടെ കമ്മിടാൻ വേണ്ടി തന്നെ നോക്കിയിരിക്കുന്ന കുറേ പേരുണ്ട്. കുറേ നേരം ഇരുന്ന് മേക്കപ്പ് ചെയ്ത് ഒരുങ്ങിയിട്ടാണ് നമ്മൾ വീട് ചെയ്യുന്നത്, അല്ലാതെ പെട്ടെന്ന് ചെയ്യണമല്ലോ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു വൈറൽ താരമാണ് ആവണി. നമസ്കാരം. നമസ്കാരം. സുഖമായിരിക്കുന്നോ? റീലും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഒരുപാട് റീൽ ഇങ്ങനെ ചടപട ഇടാറുണ്ട്. പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോഴാണെങ്കിലും ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്ത് പോകുന്നത്? അത് പരിപാടിയുള്ള ചുമ്മാ വീട്ടിലിരിക്കണം, പഠിത്തമൊന്നുമില്ല. പഠിത്തം +2 പഠിച്ചോളൂ. അത് കഴിഞ്ഞിപ്പോൾ ഡാൻസ്, മേളം, അങ്ങനെ കലാപരമായിട്ട് പോവാം. അപ്പോൾ സമയമുണ്ട് ചെയ്യാനൊക്കെ ആയിട്ട്. സമയമുണ്ട്. അപ്പം ഞാൻ ആവണിയുടെ എന്താ പറയാ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കുമ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെ സജഷൻ വരുമല്ലോ. അപ്പൊ അതിനകത്ത് കുറെയൊക്കെ നല്ല കമന്റ്സ് ഉണ്ടെങ്കിലും കുറെ അധികമൊക്കെ നെഗറ്റീവ് കമന്റ്സാ കൂടുതൽ വരിക. അപ്പോ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും എന്താ പറയാ, ഇത് കാണുമ്പോ എന്താ മനസ്സിൽ തോന്നാറ്? സത്യം കാണാറേ ഇല്ല. ഇല്ല, ആരെയും പറയും എന്നോട് ഇങ്ങനെ കമന്റ് കമന്റ്സ് ആയിട്ട് വരാറ്. അത് എന്താ ഇതുപോലെ കമ്മലൊക്കെ അത് കുറയ്ക്കാൻ പാടില്ലേ, എന്താ ഇപ്പോഴും കമ്പിയാണല്ലോ, എവിടെയും കാറ്റ് പോയിരുന്നാലും ടച്ച് ചെയ്യൂല്ലോ, അതൊന്നും അങ്ങനെ കുറെ ഇതില്. പിന്നെ വീട്ടുകാരെ പറ്റി ഒരു സങ്കടം വരുന്നുണ്ട്. എന്നാലും എന്താ ഞാൻ ഈ ചെവി കേൾക്കും, ഈ ചെവി കൂടെയും കളയും. എന്തായാലും എന്താ സപ്പോർട്ട് ചെയ്യാൻ കുറെ പേരുണ്ടല്ലോ. 100 പേരുണ്ടെങ്കിൽ ഒരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായത് കൊണ്ട് ഒരു സമാധാനം. പിന്നെ കുറെ ഒരു മെസ്സേജ് ഇടും, മോളെ ആരുടെയും ഇത് കാണണ്ട, മോളെ എനിക്ക് അടിപൊളിയാണ്, അപ്പൊ ഇതുപോലെ തന്നെ വീണ്ടും ചെയ്യാൻ നോക്ക്, നല്ല നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇതുപോലെ തന്നെ ഒരു കുഴപ്പമില്ല പോകാൻ പറയും. അപ്പോൾ ഉള്ളിലൊരു എന്താ പറയുക സന്തോഷം. ഇപ്പൊ ഒരുങ്ങുന്ന വീഡിയോ ഒക്കെ ആണെങ്കിലും ഇടക്കിടക്കൊക്കെ എടുത്തിടാറുണ്ട്. അപ്പം ഈ വീട്ടിലുള്ള ആളുകളൊക്കെ എന്താ പറയാ, അപ്പൊ ഈ കമന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവരാരെങ്കിലും ഒക്കെ പറയാറുണ്ടോ നെഗറ്റീവായിട്ട്, വേണ്ട വീഡിയോ ഒന്നും ചെയ്യണ്ടെന്നൊക്കെ? ഒരിക്കലില്ല. ഇല്ല. എന്റെ അനിയൻ പറയും നീ നോക്കേണ്ട ആവശ്യമില്ല, കാരണം അവരവരെ പറയട്ടെ, അത് അവര് വീഡിയോ കണ്ടിട്ടല്ല പറയണത്, അല്ല വീഡിയോ കാണാതല്ലോ. അവർ എന്ത് ഇട്ടാലും ആ വീഡിയോ കണ്ടിട്ടല്ല നിങ്ങൾ കമന്റ് ഇടുന്നത്. അതപ്പോ പുല്ലേന്ന് പറഞ്ഞ വീട് അങ്ങോട്ട്, അല്ലാതെ നീ അത് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വീട്ടിൽ ഫുൾ സപ്പോർട്ടാ, വീട്ടുകാർ സപ്പോർട്ടാണ്, ചേട്ടൻ സപ്പോർട്ടാണ്. അതുകൊണ്ട് ഭയങ്കര എന്താ പറയണ്ടേ, ഒരു കുഴപ്പമില്ല. അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അവർക്ക് ഞാൻ വീഡിയോ ചെയ്താലും അവർക്ക് എന്താ പറയണ്ടേ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതാരാ? വീട്ടുകാരുണ്ട്. വീട്ടിൽ നല്ല സപ്പോർട്ടാ. ഞാനിപ്പോൾ ഇങ്ങനെ നടന്നാലും അവർക്ക് കുഴപ്പമില്ല. ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ എന്താ പറയുക കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് ഇങ്ങനെ എടുക്കാറുള്ളൂ. നമുക്ക് ഒരു സംശയം വരും, അതായത് കണ്ണൊക്കെ എഴുതുന്നത് ഇത്ര വലിയ കുറ്റാണോ? അതിന് നാട്ടിലാണെങ്കിൽ എല്ലാവർക്കും അറിയാം, ഞാൻ എവിടെ പോയാലും എല്ലാവർക്കും എന്നെ അറിയാം ഇങ്ങനെയാ പോണേന്ന്. അതുകൊണ്ട് നാട്ടിലാരും അങ്ങനെ പറയൊന്നുമില്ല. അപ്പോൾ പുതിയതായിട്ട് ആരും കാണുമ്പോൾ ഒന്ന് കുറയ്ക്കാൻ പാടില്ലെന്ന് ചോദിക്കും. അല്ലാതെ പൊതുവേ എല്ലാവരും നാട്ടുകാർ കുഴപ്പമില്ല. കാരണം ജനിച്ചപ്പോൾ 2ാം ക്ലാസ് തൊട്ട് ഇങ്ങനെയാ കണ്ണെഴുതി ഒരുങ്ങിയ ഇതുപോലെ വളയൊക്കെ ഇട്ട് കണ്ണയൊക്കെ എല്ലാവർക്കും അറിയാം. അല്ലാതെ കുഴപ്പമില്ല. വീട്ടിൽ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും. അച്ഛനാണെങ്കിലും പറയും, ആരെയും പറയുമ്പോൾ അച്ഛൻ വന്നോട് പറയും കൊച്ചിൻ്റെ എന്താ കാണിക്കണേ, നമ്മൾ പെൺപിള്ളേരല്ലേ, പിന്നെ അവരിങ്ങനെ അങ്ങനെ അച്ഛൻ പറയും. അല്ലാതെ അച്ഛന് കുഴപ്പമില്ല. അത് ഒറ്റ ദിവസത്തെ പുറത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ല പിന്നെ അങ്ങനെ പറയില്ല. പിന്നെ സപ്പോർട്ട് അനിയനുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും സപ്പോർട്ടാണ്. പിന്നെ ഏറ്റവും സന്തോഷം ഏട്ടൻ സപ്പോർട്ടാണ്. ഇപ്പം എന്താ പറയാ ഭയങ്കര നാടൻ പെൺകുട്ടികളൊക്കെ ഭയങ്കര കുറഞ്ഞു തുടങ്ങണം. അതായത് ഇപ്പൊ അവണി വന്നേക്കണ തന്നെ പട്ടുപാടെ ബ്ലൗസൊക്കെ ഇട്ട് ഭയങ്കര അടിപൊളിയായിട്ടാണ് വന്നേക്കണേ. അപ്പം എന്താ പറയാ ഇപ്പം മോഡേൺ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളും ഒക്കെ ട്രൈ ചെയ്ത് നോക്കണം, അങ്ങനെയൊക്കെ ആരെങ്കിലും സജഷൻ പറയാറുണ്ട്? പറയാറുണ്ട്, പക്ഷേ ഇഷ്ടമല്ല എനിക്കും. പിന്നെ അനിയനും പിന്നെ എൻ്റെ അനിയൻ പറയും ചേച്ചി നിനക്ക് ഇത് കൊള്ളൂല, നിനക്ക് ഏറ്റവും നല്ലത് നാടൻ വേഷമാണ്. എല്ലാവരും പറയും, അമ്മയാരും പറയും കൊച്ചു നല്ല നാടൻ വേഷം ഇടാറുണ്ട്. ഇടയ്ക്കൊക്കെ ടൂറൊക്കെ പോകുമ്പോഴോ അല്ല ദൂരേക്ക് പോകുമ്പോഴൊക്കെ ഇടും. പക്ഷെ എന്നാലും ഞാൻ ഒന്ന് ഹൈറ്റ് കുറവായതുകൊണ്ടേ അതിടുമ്പോൾ കുറച്ചുകൂടെ പൊക്കം കുറഞ്ഞു പോകും. ഇതിനുമ്പോ ആളിച്ചിരി എന്താ തോന്നൂല്ലോ. അപ്പൊ എനിക്കും തോന്നാറുണ്ട്. പിന്നെ ഈ കണ്ണെഴുത്ത് വെച്ച് നോക്കുമ്പോ എനിക്ക് ഡ്രസ്സേ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ പ്രോഗ്രാംസിനൊക്കെ ഒരുപാട് പോവാറുണ്ട്. ഇപ്പൊ ഒരു സീസൺ വൈസ് ഒക്കെ വരുമ്പോ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ അവിടെ ആരെങ്കിലും ഒക്കെ ഇപ്പം അവണി പറയുമ്പോ ഇൻസ്റ്റയിലൊക്കെ കൂടി പറയും, നല്ല രസം അത് കേൾക്കാൻ കേട്ടോ. അതായത് കൂട്ടുകാരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും ഒക്കെ വരാറുണ്ടോ, കാണാറുണ്ടോ? എവിടെയും പറയുന്ന ആരെങ്കിലും ഉണ്ടാവും. ചേച്ചി എന്ന് പറഞ്ഞ എന്റെ അടുത്തേക്ക് ഓടി വരും. അപ്പൊ കേക്ക് ഭയങ്കര എന്താ പറയുക സന്തോഷമാണ്. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം എനിക്ക് പഠനം കുറവാണ്, ഏറ്റവും കൂടുതൽ ഇങ്ങനെ കലാപരമായ പഠിക്കാൻ പോണത്. അപ്പൊ എല്ലാരും വന്നിട്ട് ചേച്ചി ഇൻസ്റ്റ കാണാറില്ല, വീഡിയോ കാണാറുണ്ട്, ചേച്ചി ദേവി വേഷമൊക്കെ അടിപൊളിയാന്ന് പറയുമ്പോൾ ഭയങ്കര ഒരിക്കലും ചിന്തിച്ചില്ല ഇങ്ങനെ നിലയിലെത്തും, ഇങ്ങനെ ആരെങ്കിലും വന്ന് ഇങ്ങനെ സംസാരിക്കുമെന്നോ
ഒരിക്കലും കേട്ടു. അപ്പൊ ഉള്ളിൽ ഭയങ്കര സന്തോഷം. എന്നെ കുറിച്ചാണല്ലോ ഒരു സന്തോഷം. ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടം ദേവി വേഷങ്ങളാണോ അതോ ബാക്കിയുള്ള വേഷങ്ങളാണോ? അല്ല ഏറ്റവും കൂടുതൽ ദേവേഷാണ് ഇഷ്ടം. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണ ദേവേഷത്തിനാണ്. അവിടെ നല്ല ഭംഗിയുണ്ട്, കണ്ണൊക്കെ എഴുതി ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ എല്ലാവർക്കും താല്പര്യമൊക്കെ. അപ്പോൾ അമ്മയൊക്കെയാണ്, അമ്മ വീട്ടിലൊക്കെ അങ്ങനെ ദേവി വേഷമൊക്കെ. എനിക്ക് ഏറ്റവും കൂടുതൽ ദേവീനെ ഇഷ്ടം. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പരിപാടിയൊക്കെ ആണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ദേവി വേഷം അല്ലെ കാളി വേഷം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കാളിവേഷങ്ങളാണ് കൂടുതൽ ചെയ്യാറുണ്ട്, ഞാൻ കാണാറുണ്ടായിരുന്നു. ഇപ്പം ഈ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോഴേക്കും ഇപ്പം എന്താ പറയാ ഇതുപോലെ ആരെങ്കിലും ഒക്കെ സജഷൻ ആയിട്ടൊക്കെ വരാറുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഈ ഇന്ന പോലത്തെ വീഡിയോ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ചിലര് പറയും എങ്ങനെ ചെയ്യാൻ പറ്റും, ഇതുപോലെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ മെസ്സേജ് ഇടും. ഡാൻസ് ഒക്കെ ഉള്ള വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ചോദിക്കാറുണ്ടോ? ഡാൻസറാണ്. ഓക്കെ. പാട്ടൊക്കെ പാടുമോ? എങ്ങനെയാണ്? പാട്ടൊന്നും പാടില്ല, പാട്ടില്ല. ഡാൻസ് ഇങ്ങനെ ഡാൻസ് മാത്രമേ ഉള്ളൂ. ഡാൻസ് ഇങ്ങനെ മേക്കപ്പ് മേളം പിന്നെന്താ പരിപാടിക്കൊക്കെ ഇങ്ങനെ പോകും. പാട്ട് പാടില്ല. പിന്നെ കോറസ് ഒക്കെ ഇങ്ങനെ നാടൻ പാട്ട് പഠിക്കാൻ പോണതാ. അപ്പോൾ അവരുടെ കൂടെ ഒന്ന് കോറസ് കൂടെ അല്ലാതെ വേറൊന്നിനും പോകാറില്ല. നാടൻ പാട്ട് ഉണ്ടെങ്കിൽ രണ്ടുപേരും വേണം. അയ്യോ ശരിയായില്ല, പ്രത്യേകിച്ച് കമ്പിയും കൂടി ഇട്ടും പാടില്ല. ഇപ്പൊ അതിന്റെ പേരിലാണല്ലോ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ട വരാ, പല്ലില് ക്ലിപ്പ് പേരിൽ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ട വരാ. ശരിക്കും കേൾക്കാൻ അതിനാ. അപ്പൊ എന്താ പറയാ, ഇത് ഇവരോടൊന്നും പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ, അവരുടെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ അവർക്കറിയില്ലല്ലോ. പിന്നെ നമ്മൾ വരുന്ന നമ്മൾ ഭംഗിക്ക് വേണ്ടി പിന്നെന്താ പല്ല് താഴാനൊക്കെ ഉള്ളോ, അവര് പറയട്ടെ. എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്, ആ ഒരു സന്തോഷത്തിൽ നിൽക്കണം. അപ്പൊ അവര് വീഡിയോ കാണുന്നുണ്ടല്ലോ, അപ്പൊ ആ ഒരു മൈൻഡ്, ആ വീഡിയോ കാണാതെ അവർ ഒരിക്കലും കമന്റ് ഇടില്ല. പിന്നെ അതുപോലെ തന്നെ എന്താ ആ വീടിൻ്റെ കമന്റ് ഇടുമ്പോൾ തന്നെ അവർ ചിന്തിക്കുന്നില്ല ഈ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സംഭവം ഇറക്കിയത് എന്താ, ഒരു കഴിവ് കാണിക്കാൻ വേണ്ടിയല്ലേ, അല്ലാതെ ചുമ്മാ ഒന്നല്ലല്ലോ. ഈ കമന്റ് ഇടുന്നവരോ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ ഒരു ഫോട്ടോ ഒരു വീഡിയോ ഉണ്ടാവില്ല, ഏത് ഉടായ്പ അക്കൗണ്ട് ആക്കിയായിരിക്കും എടുത്തൊക്കെ നോക്കും. അപ്പം പറയണ എൻ്റെ വീഡിയോ ഇടാൻ വൃത്തിയുടെ കമന്റ് ഇടാൻ വേണ്ടി തന്നെ നോക്കിയിരിക്കുന്ന കുറേ പേരുണ്ട്. അങ്ങനെ പ്രത്യേക ആൾക്കാരുണ്ട് ഉണ്ട്. നോക്കിയിരിക്കാൻ എന്താ, ഞാൻ വീഡിയോ ഇട്ടു അപ്പൊ തന്നെ കമന്റ് നോക്കി ആരെങ്കിലും ഉണ്ടാവും. ആ വീഡിയോ എന്താ കുറ്റം പറയാൻ തന്നെ വരും. പെൺകുട്ടികളാണോ ആൺകുട്ടികളാണോ ഏറ്റവും കൂടുതൽ ബാഡ് കമന്റ്സ് ഇടാ? അതോ രണ്ടും ഉണ്ട് കേട്ടോ, അങ്ങനെ പറയാൻ പറ്റില്ല. നല്ല കമന്റ്സ് ഇടുന്ന ആരാ? ഫ്രണ്ട്സും ഫ്രണ്ട്സൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ചേച്ചിമാരൊക്കെ ആണെങ്കിൽ കൂടുതൽ എന്താ ഇടുമ്പോൾ അക്കൗണ്ട് എനിക്ക് മെസ്സേജ് ഇടും, അതായത് മോളെ അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ, അങ്ങനെ എനിക്ക് തോന്നി, പിന്നെ കൊച്ചിൻ്റെ കഴിവനുസരിച്ച് കൊച്ചിടുന്നല്ലോ, അപ്പോൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ നോക്ക്. കാരണം ഇങ്ങനെ അവരെന്നെ കുറ്റപ്പെടുത്തുമല്ലോ, അപ്പോൾ അവർ ചില പ്രശ്നം തോന്നുമ്പോൾ അവരെന്നെ എനിക്ക് കമന്റ് ഇടും, മോളെ അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ്. എനിക്ക് തോന്നി മോളെ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്, കുറെ നേരം ഇരുന്ന് മേക്കപ്പ് ചെയ്ത് ഒരുങ്ങിയിട്ടല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത്, അല്ലാതെ പെട്ടെന്ന് ചെയ്യണമല്ലോ. അപ്പോൾ പറയും ആ മോളെ ഇത്ര നേരം കഷ്ടപ്പെട്ടൊക്കെയാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം കൊച്ചിൻ്റെ കഴിവ് കാണിക്കുന്നു, അത് ഞങ്ങൾ കാണണം. അപ്പോൾ പറയണ കുഴപ്പമൊന്നുമില്ല, എന്നാലും ചേച്ചി ക്ഷമിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ കുറെ പേര് അങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ചാനല് കുറച്ചുകൂടി വലുതാക്കി എന്തെങ്കിലും റെഡിയാക്കി എടുക്കണം എന്നൊക്കെ ആഗ്രഹം തോന്നാറുണ്ടോ? അതൊക്കെ ഉണ്ട്, കുറച്ചുകൂടെ അങ്ങനെയൊന്നുമില്ല, അത്യാവശ്യം രീതി വലുതാക്കണം എന്നൊക്കെ അതൊക്കെ ആഗ്രഹമുണ്ട്. ഒരു ലെങ്ത് ഉള്ള വീഡിയോസ് ഒക്കെ ഇടാൻ ആഗ്രഹമുണ്ട്. ഇൻസ്റ്റാഗ്രാം മാത്രല്ലേ യൂസ് ചെയ്യുന്നില്ല ഇൻസ്റ്റാഗ്രാം മാത്രല്ലേ ഇപ്പൊ അത് മാത്രമേ നിക്കണത്, അത് മാത്രം ഏറ്റവും കൂടുതലും ഇടുന്നത്. യൂട്യൂബിലേക്ക് ചാനലുണ്ട്, പക്ഷെ എന്നാലും അതിലത്ര ഇതില്ല, ഫോളോവേഴ്സ് ഇല്ല. ഏറ്റവും കൂടുതലും ഇൻസ്റ്റാഗ്രാമിലുള്ളൂ. അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യട്ടെ. ഇനിയും ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഒന്നും വരുന്നത് നോക്കേ വേണ്ട, ഇങ്ങനെ ഇതുപോലെ ചെയ്യും. കാണുന്നത് കണ്ടാ മതി. അതെ, കാണുന്നവര് കണ്ടാ മതി, ഞങ്ങൾ വീഡിയോ ചെയ്യും. അത് ചെയ്യും. അവരെന്തിനാ ഓരോ ഫോണോ കളി കാണണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ, അവരെ ഫോൺ ഇരിക്കല്ലേ, അവര് കാണട്ടെ, കമന്റ് ഇട്ടിട്ട് എനിക്കൊരു കുഴപ്പമില്ല. കുറച്ചുകൂടി റീച്ച് കൂടത്തേ ഉള്ളൂ. എന്തായാലും കാണുന്നവര് കുറെ പേരുണ്ടെന്ന് എനിക്കറിയാം, കുറെ പേര് മെസ്സേജ് ഇടും ഇതുപോലെ ഇടട്ടോ എന്നൊക്കെ പറയാം. അപ്പൊ അതിന് ആ സന്തോഷം ഉള്ളിലുണ്ട്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. എത്ര നേരം എന്ത് പറഞ്ഞാലും ഈ ചെവി കേൾക്കുക, ഈ ചെവിക്കട് കളയാ. സങ്കടം തോന്നും, എനിക്ക് കുറെ സങ്കടം തോന്നാറും ഈ കൊള്ളിച്ച്. അപ്പൊ എനിക്ക് ഇടണ്ടായോ അന്ന് ചിന്ത വരും. അപ്പൊ ഇരുന്നിങ്ങനെ ആലോചിക്കുന്നേ എന്നെ പറ്റി ഇങ്ങനെ പറയുവാണല്ലോ, ഇങ്ങനെ വേണ്ടാത്ത രീതിയിലെല്ലാം പലതും പറയും. അപ്പൊ സങ്കടം. അപ്പൊ എല്ലാവരും പറയും ആ ചേച്ചി അത് കാണുന്ന എന്താ, ചേച്ചി അതൊക്കെ വിട്. കുറെ പേര് തന്നെ അച്ഛനായാലും, അച്ഛനല്ല അമ്മ അനിയനൊക്കെ, പിന്നെ ഏട്ടനായാലും, പിന്നെ കൂട്ടുകാരൊക്കെ പറയും ആ ചേച്ചി ഞങ്ങൾക്ക് സപ്പോർട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്താ ചേച്ചിയുടെ വീടെടുത്ത് കാണും, കമ്മ എടുത്ത് നോക്കും, അപ്പൊ ഉള്ളില് ആ സങ്കടം മാറിയിട്ട് ഭയങ്കര സന്തോഷാന്ന് പറയും. അങ്ങനെ പറയുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പൊ ഇനി ഒരുപാട് വീഡിയോസ് ചെയ്യാൻ പറ്റട്ടെ. എല്ലാവിധ താങ്ക് യു.